Next is hybridization. The word hybridization means mixing. The term orbital hybridization describes a way of deriving spatially directed orbitals to be used in VBT, valence bond theory. The concept of hybridization was introduced by Linus Pauling. Linus Pauling ആണ് ഹൈബ്രിഡൈസേഷൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഹൈബ്രിഡൈസേഷൻ എന്താണെന്നുള്ളത്. Hybridization is defined as the process of intermixing of wave functions for various atomic orbitals. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ intermixing of atomic orbitals എന്നാവും പഠിച്ചിട്ടുണ്ടാവുക. അതിൽ ഇപ്പോൾ നമ്മൾ വേവ് ഫംഗ്ഷൻ സൈ എന്നുള്ള ഒരു ടേമും കൂടെ നമ്മൾ ഈ സെമ്മിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് intermixing of the wave functions of various atomic orbitals. അപ്പം അറ്റോമിക് ഓർബിറ്റൽസ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ വേവ് ഫംഗ്ഷൻ മിക്സ് ചെയ്യുന്നത് നമ്മൾ ഈ സെമ്മിൽ പഠിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചത് ഇൻ്റർമിക്സിങ് ഓഫ് വേരിയസ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജീസ് ഓഫ് ദ സെയിം ആറ്റം. അതായത് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജീസ്, എസ് പി അങ്ങനെയുള്ള ആൾക്കാർ ഡിഫറെൻറ്റ് എനർജിയാണ്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദെയർ എനർജി ഒക്കെ ഡിഫറെൻ്റ് ആണ്. എന്നിട്ട് ഹൈബ്രിഡൈസേഷൻ കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടു yield a new set of same number of orbitals of equivalent energy and shape. അപ്പോൾ after hybridization we will get orbitals with equivalent energies and same shape, equivalent shape. അപ്പോൾ ഇതിനാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡ് ഓർബിറ്റൽ is a linear combination of atomic orbitals of the same atom. ഇനി need for hybridization. The concept of covalent bonding cannot explain the formation of several polyatomic molecules and their geometries. For example, CH4 എടുക്കുകയാണെങ്കിൽ എല്ലാ 4 ബോണ്ടും CH4ൽ ഈക്വൽ ആണ്. ടെട്രാഹൈഡ്രൽ ജോമെട്രിയാണ്, എല്ലാ 4 ബോണ്ടിനും ഈക്വൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് സെപ്പറേറ്റ് എസ് ഓർബിറ്റിൽ ഓവർലാപ്പ് ചെയ്തു, പി ഓർബിറ്റിൽ ഓവർലാപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ 4 ബോണ്ട് ഈക്വൽ ആവണമെങ്കിൽ 4 ഈക്വൽ ആയിട്ടുള്ള ഓർബിറ്റൽസ് ആവണം ഓവർലാപ്പ്, ഹൈഡ്രജൻ്റെ ഓർബിറ്റലായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവുക. ആ 4 ഈക്വൽ ആക്കാനുള്ള ആ സംഭവത്തിൻ്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ. കാർബൺ ആറ്റത്തിലെ ഒരു എസും 3 പിയും ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അവർ ഈക്വൽ എനർജിയും ഈക്വൽ സെയിം ഓറിയൻറ്റേഷൻ ആവും. അപ്പോൾ ആ കൺസെപ്റ്റ് ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. Next, important criteria for regarding the hybridization. Orbitals undergoing hybridization should have comparable energies. വല്ലാതെ എനർജി ഡിഫറൻസ് ഉള്ള ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യില്ല, അവർക്കൊക്കെ ഓൾമോസ്റ്റ് കമ്പയറബിൾ എനർജി ആയിരിക്കണം. സംടൈംസ് ദ ഇന്നർ ഷെല്ലിലുള്ള ഓർബിറ്റൽസിനെയും ചിലപ്പോൾ എടുത്തിട്ട് ഹൈബ്രിഡൈസേഷൻ ചെയ്യിപ്പിക്കാറുണ്ട്. Salient features of hybridization. The main features of hybridization are: the number of hybrid orbitals produced is equal to the number of atomic orbitals that take part in the process of hybridization. അതായത് ഇപ്പം ഒരു എസും 3 പിയും ആണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയിരിക്കും. എത്ര ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നത് അത്ര തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് ലഭിക്കും. The hybrid orbitals produced are equivalent in energy and shape. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഏകദേശം ഇതുപോലെയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പി ഓർബിറ്റൽ ഇതുപോലെ. ഓക്കെ, ഇത് ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയുള്ള ഓർബിറ്റലിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ പ്ലസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇത് രണ്ടും കൂടെ ഒരു എസും ഒരു പിയും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് എസ് പി 2 ഓർബിറ്റൽ കിട്ടണം. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെവുക. ഒരെണ്ണത് ഓക്കെ. അപ്പോൾ 2 ഓർബിറ്റൽസ് ഓഫ് സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ് ആൻഡ് സെയിം എനർജി നമുക്ക് കിട്ടി. ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഷേപ്പുള്ള 2 ഓർബിറ്റൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് സെയിം സൈസുള്ള 2 ഓർബിറ്റൽസ് കിട്ടി. അതാണ് ഈ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. എ ഹൈബ്രിഡ് ഓർബിറ്റൽ ഈസ് ബെറ്റർ ഓറിയൻറ്റഡ് ഓർ ഡയറക്റ്റഡ് ദാൻ എ പ്യുവർ ഓർബിറ്റൽ. അപ്പം ഒരു പ്യുവർ ഓർബിറ്റലിനേക്കാളും ഇവർ ഓവർലാപ്പ് ചെയ്യാനായിട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഓറിയൻറ്റഡ് ഇൻ സ്പേസ് ഇൻ പ്രിഫേർഡ് ഡയറക്ഷൻസ് ദാറ്റ് ദർ ഈസ് ലീസ്റ്റ് റിപ്പൽഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ
between electron repulsion. Then the types of hybridization. Hybridization involving s and p orbital. sp 1s and 1p. ഇവിടെ നോക്കാം, ഒരു s ഓർബിറ്റലും ഒരു p z ഓർബിറ്റലും കൂടെ ജോയിൻ ചെയ്തിട്ട് sp ഓർബിറ്റലാണ് വരുന്നത്. ഈ ഓർബിറ്റൽ എങ്ങനെയാണ് വരയ്ക്കുക? ഇതിങ്ങനെ വരണം, ചെറുത് ഇവിടെ വരണം. വരയ്ക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. ഒരെണ്ണം വലിയ ലോബ്, ഒരെണ്ണം ചെറിയ ലോബും. അതിലിവിടെ പ്ലസ് നിട്ടു, ഇവിടെ മൈനസ് നിട്ടു. അടുത്തത് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു വലിയ ലോബും ഇവിടെ ഒരു ചെറിയ ലോബും. അപ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് നിട്ടു. ഓക്കെ, ഇതുപോലെയാണ് ഈ ഓർബിറ്റൽ ഇവിടെ വരച്ചിരിക്കുന്നത്, sp ഓർബിറ്റൽ. ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 180 ഡിഗ്രി. They have got, each sp hybrid orbital has got 50% s character and 50% p character. sp നേരെ പകുതി. Then example BeH2, BeF2, BeCl2 അതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ് sp ഹൈബ്രിഡൈസേഷൻ ഉള്ളവരുടെ. In acetylene, carbon is in a state of sp hybridization. ഓർഗാനിക് കോമ്പൗണ്ട്സ് പറയുമ്പോൾ നമ്മൾ ട്രിപ്പിൾ ബോണ്ടുള്ള ആൾക്കാരാണ് sp ഹൈബ്രിഡൈസേഷൻ കാണിക്കുക. sp2 ഹൈബ്രിഡൈസേഷൻ ഒരു എസും 2 പിയും. ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് py ആൻഡ് pz ആണ്. s ഓർബിറ്റലും ജോയിൻ ചെയ്തിട്ട് 3 ഓർബിറ്റൽസ് കിട്ടുന്നു. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് sp2 എന്നാണ്. sp2 hybrid orbitals angle is 120 degree angle between them. Then each sp2 hybrid orbital has 33.33% s character and 66.67% p character. Examples are B3, BF3, BCl3. Boron is in a state of sp2 hybridization. അതുപോലെ എത്തിലീൻ ഓർഗാനിക് കോമ്പൗണ്ടിലാണെങ്കിൽ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും sp2 ഹൈബ്രിഡൈസേഷൻ തരുന്നത്. ഓക്കെ, ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും നമുക്ക് sp2 ഹൈബ്രിഡൈസേഷൻ തരുന്നത്. എത്തിലീൻ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. BH3, BF3 ഇതൊക്കെ sp2 ഹൈബ്രിഡൈസേഷനാണെന്ന് പറഞ്ഞു. അപ്പം ഇത് ബോറോൺ ആറ്റം ആണെങ്കിൽ അതിൻ്റെ 3 ഓർബിറ്റൽസ് ആണ് ഈ കാണിക്കുന്നത്, sp2 ഓർബിറ്റൽസ്. ബോറോൺ sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. അതിലേക്ക് BF3 ആണെങ്കിൽ ഫ്ലൂറിൻ്റെ, അപ്പം ഫ്ലൂറിൻ്റെ ഓർബിറ്റൽ വന്ന് ഇതുപോലെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ബോണ്ട് ഉണ്ടാകുന്നത്. അപ്പം ഇതൊരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ഫ്ലൂറിൻ ആറ്റം, പിന്നെ അടുത്തത് ഇവിടെ ഒരു ഫ്ലൂറിൻ ആറ്റം, പിന്നെ ഒരെണ്ണം മേലെയും. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഓർബിറ്റൽസ്, ഈ sp2 എന്ന് പറയുന്ന ഓർബിറ്റൽസ് ബോറോണിൻ്റെ ഓർബിറ്റൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ sp3 ഹൈബ്രിഡൈസേഷൻ. sp3 എന്ന് പറയുമ്പം ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും px, py, pz മൂന്നും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് 4 ഓർബിറ്റലുള്ള ഹൈബ്രിഡൈസേഷനായിട്ട് ലഭിക്കുന്നത്. sp3 ഒരു എസും 3 p 4 എണ്ണം. 4 ഇക്വാലൻറ്റ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ടെട്രാഹൈഡ്രൽ മാനറിലാണ് അവർ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആണ്. 25% s ക്യാരക്ടർ ആൻഡ് 75% p ക്യാരക്ടർ. എക്സാമ്പിൾ CH4, കാർബൺ ടെട്രാക്ലോറൈഡ്, ഈത്തേൻ എല്ലാം എക്സാമ്പിൾസ് ആണ്. ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിങ് d ഓർബിറ്റൽസ്. അപ്പം എസും പിയും കൂടാതെ d ഓർബിറ്റൽ ഉള്ളവരുടെ ഹൈബ്രിഡൈസേഷനാണ് ഇനി പറയുന്നത്.
3s 3p 3d ഈ 3 ആൾക്കാരും ഓൾമോസ്റ്റ് കമ്പാരബിൾ എനർജി ആയ കാരണം ഇവർ കമ്പൈൻ ചെയ്ത് നമുക്ക് ഹൈബ്രിഡൈസേഷൻ തരുന്നു. ഫസ്റ്റ് വൺ sp3d ഹൈബ്രിഡൈസേഷൻ. ദ ഷേപ്പ്, ഈ ഹൈബ്രിഡൈസേഷനുള്ള ആൾക്കാരുടെ ഷേപ്പ് എപ്പോഴും ട്രൈഗണൽ ബൈപിരമിഡൽ ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് ഇതിന് മുമ്പത്തെ 2 പോർഷൻസിൽ ഷേപ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം sp3 ഹൈബ്രിഡൈസേഷനും ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പും ഇവർ തമ്മിൽ കണക്റ്റഡ് ആണ്. എക്സാമ്പിൾസ് നോക്കി നമുക്കറിയാം pf5 pcl5 ഇതിൻ്റെയൊക്കെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രൈഗണൽ ബൈപിരമിഡലാണ്. ട്രൈഗണൽ ബൈപിരമിഡൽ എന്ന് പറയുമ്പോൾ 5 pcl5, ഇപ്പോൾ p നടുവിൽ ട്രൈഗണൽ, ഇത് ട്രൈഗണൽ, പിന്നെ ബൈപിരമിഡൽ മുകളിലേക്ക് വരണം താഴത്തേക്ക് വരണം, ഇതാണ് ട്രൈഗണൽ ബൈപിരമിഡൽ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവിങ് s px py pz ആൻഡ് dz² ഓർബിറ്റൽസ്. അവർ 4 പേരും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും നമുക്ക് വരയ്ക്കണില്ലേ അവിടെ, അത്ര ഡീറ്റെയിൽഡായിട്ട് വേണ്ട. നെക്സ്റ്റ് ഈസ് sp3d2. അപ്പോൾ ഇതിൽ എത്ര ഓർബിറ്റൽ വരുന്നുണ്ട്? 6 എണ്ണം. 6 ബോണ്ടിങ് വരുന്നത് ഒക്ടാഹെഡ്രലാണെന്ന് മുന്നത്തെ ക്ലാസ്സിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ sf6 s is in a state of sp3d2 hybridization. The molecule is octahedral geometry. ഏതൊക്കെ ഡി ഓർബിറ്റൽസ് ആണ്? s px py pz dx² - y² ആൻഡ് dz². ഈ ഓർബിറ്റൽസ് ആണ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. അടുത്തത് sp3d3. അപ്പം 7 ബോണ്ട് വരുന്നു, 7 സിഗ്മ ബോണ്ട്. ഓക്കെ, സിഗ്മ ബോണ്ട് ലോൺ പെയർ ഏത് വേണമെങ്കിൽ ആവാം കേട്ടോ. അപ്പോൾ ഷേപ്പ് വരുന്നത് പെൻറ്റഗണൽ ബൈപിരമിഡലാണ്. ഇവിടെ കമ്പൈൻ ചെയ്യുന്നത് 3p ഓർബിറ്റൽ 3d ഓർബിറ്റൽ s ഓർബിറ്റൽ. sp3d3 ഷേപ്പ് പെൻറ്റഗണൽ ബൈപിരമിഡൽ. എക്സാമ്പിൾ IF7. ഇതൊക്കെ ഓൾമോസ്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. IF7ൻ്റെ ഷേപ്പ് പെൻറ്റഗണൽ ബൈപിരമിഡൽ. നെക്സ്റ്റ്, okay, that's enough for today's class. Thank you.